ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നലെ വിട്ട വീഡിയോസിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ ഈ ഭാഗം വരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ലിസ്റ്റൊക്കെ കൊടുത്തിട്ട് ഡോക്ടറെ വെയിറ്റ് ചെയ്യുന്ന സമയമായിരുന്നു കേട്ടത്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കാണിച്ച് പെട്ടെന്ന് കാണിച്ചിറങ്ങി കേട്ടോ. പിന്നെ അതാ നമ്മളെ മിന്നുട്ടി പോക്കോ വേണമെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ പോയിട്ട് വാങ്ങിക്കൊണ്ടിരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റിസുമാൻ ഇപ്പം കുഞ്ഞാൻ്റെ കയ്യിലാണ്. കുഞ്ഞ് അങ്ങോട്ട് മരുന്ന് വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ. റിസു എല്ലാം ഉറക്കേന്. അപ്പോൾ അങ്ങനെ മരുന്ന് വാങ്ങാൻ പോയിട്ടുണ്ട്. ഞാൻ മിന്നുവിനെ ഏറ്റവും ഇവിടെ ഇരിക്കണം. അപ്പോൾ എനിക്ക് വേദന ആയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാനവിടെ ഇങ്ങനെ ഇരുന്ന് അപ്പോൾ മിന്നുട്ടി തന്നെ പോയിട്ട് വാങ്ങിക്കൊടുന്ന പറഞ്ഞപ്പോൾ വാങ്ങിക്കൊടുന്നു കേട്ടോ. കാരണം ഒക്കെ പനിച്ചിട്ടൊക്കെ ആകെ തീരെ വയ്യ. അങ്ങനെ അതാ മരുന്നൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ റിസൾട്ട് ഉണർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോക്കം കണ്ടപ്പോൾ ഉണർന്നതാ കേട്ടോ. അങ്ങനെ മിന്നുവിൻ്റെ അടുത്ത് തന്നെ പോക്കണൊക്കെ വാങ്ങി തിന്ന് ഞങ്ങളങ്ങനെ വണ്ടി എടുത്തിട്ട് പോന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഡോക്ടറെ കാണിച്ചിട്ട് ഭക്ഷണം കഴിക്കാനുള്ളൊരു ഉദ്ദേശത്തിൽ ഭയങ്കര വിശപ്പായി. പിന്നെ അങ്ങനെ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ മറന്നിക്കാണ്ട് പോകുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെ ഹോട്ടൽ കുറേ തിരഞ്ഞു. അപ്പം കണ്ടില്ല കേട്ടോ. ഹോട്ടലുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് വെജിറ്റേറിയൻ ഹോട്ടൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ 3 ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോകുന്നു. ഹോട്ടലിലൂടെ തിരയണുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയും വെജിറ്റേറിയൻ കാണണമെങ്കിൽ നമുക്ക് അതിൽ കയറാൻ ഉദ്ദേശത്തിൽ അങ്ങനെ കുറേ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഒരു ഹോട്ടൽ കണ്ട് ഇതാ കുട്ടികൾക്ക് അവിടെ കയ്യേക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്, ഒരു വേസൊക്കെ ഉണ്ട് കേട്ടോ. അവർക്കായിട്ടുള്ളൊരു സൗകര്യം അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും കുട്ടിയൊക്കെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് അവരെടുത്ത് കൊടുക്കണമെങ്കിൽ കൈ കൊടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം മിന്നും ഇതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടുന്ന് കൈ കഴുകി. പിന്നെ ഞങ്ങൾ ഫുഡ് കാത്തിരിക്കണം കേട്ടോ. അപ്പോൾ ചോറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളത് വാങ്ങിയില്ല കേട്ടോ. എന്താ വെച്ചാൽ എനിക്കും സദ്യ മതി പറഞ്ഞു. അപ്പോൾ കുഞ്ഞോനിക്കും അങ്ങനെ മിന്നുട്ടിക്ക് ഒന്നും വേണ്ട കണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ എന്താ വിളമ്പണ്, ചോറ് വിളമ്പാണ് കേട്ടോ. ഉപ്പേരിയൊക്കെ ഉണ്ട്, പിന്നെ അവിയലുണ്ട്, കോവക്കുപ്പേരി ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്, പിന്നെന്താ പപ്പടം, പായസം, പിന്നെ കൊണ്ടാട്ടം, പിന്നെന്താ മോരുകറി, സാമ്പാർ, രസം, അങ്ങനെ പിന്നെ ഉപ്പേരി വേറെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. എനിക്ക് പേരറിയില്ല. വേറെ 2-3 ഐറ്റം വേറെ ഉണ്ട്. പിന്നെ അതാ കുഞ്ഞോന് മട്ടൈരിൻ്റെ ചോറും വാങ്ങി, ഞാൻ പൊന്നൈരിൻ്റെ ചോറും വാങ്ങിയിട്ട്. പക്ഷെ പൊന്നൈരിൻ്റെ ചോറ് തിന്നാൻ വയ്ക്കണില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് പറയുകയും ചെയ്ത്. പിന്നെ മക്കളൊന്നും വാരി കൊടുത്തിട്ട് തിന്നണില്ല. പിന്നെ അതാ റിസൾട്ടിക്ക് വാരി കൊടുത്തിട്ട് കുറുമ്പാട്ടിയിട്ട് കുഞ്ഞോനക്ക് ദേഷ്യം വന്നിക്കണേ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ അടുത്തേക്ക് വിളിച്ചു വിടണം കേട്ടോ. എൻ്റെ അടുത്തേക്ക് ഇരുത്തിയിട്ട് ഞാൻ തന്നെ കുറച്ചൊക്കെ ഇങ്ങനെ വാരി കൊടുത്ത് നോക്കി. പക്ഷെ 1-2 ഉരുളേ തിന്നുള്ളൂ. പിന്നെ തിന്നില്ല. പിന്നെ മിന്നുട്ടിനെ പിന്നെ സോപ്പിട്ട് കുറേശ്ശൊക്കെ അങ്ങനെ തീറ്റിച്ചു കേട്ടോ. പിന്നെ റിസൾട്ടിൻ്റെ അടുത്തേക്ക് ഇറങ്ങി പോരാനുള്ള പരിപാടി കേട്ടോ. എങ്ങനെ നോക്കി അവിടെ ഇരുന്ന് തിന്നാൻ പറഞ്ഞിട്ടും തിന്നുന്നില്ല. നമുക്കെന്തോ പോക്കോന്ന് തിന്നിട്ട് വിശപ്പ് മാറിയിരിക്കണോ എന്തോ അറിയില്ല. ഗ്യാസ് കയറിയിട്ടോ എന്തോ അറിയില്ല, തിന്നണില്ല കേട്ടോ. പിന്നെ നമ്മൾ പൊന്നേരി ചോറൊക്കെ സാമ്പാറൊക്കെ ഒഴിച്ച് പപ്പടവും കാര്യങ്ങളൊക്കെ കൂട്ടിയതാ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. പക്ഷേ കൂട്ടാനൊക്കെ അടിപൊളിയാണ്. പിന്നെ ചോറ് ഒരു കുത്തിന ചോറ്. പൊന്നരി രസമില്ല, മറ്റരി നമ്മളെ എന്തോ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഊറ്റാത്ത പോലൊരു ടേസ്റ്റില്ല കേട്ടോ. ഒക്കെ ഇഷ്ടമായില്ല. പൊതുവേ സദ്യ കഴിക്കാൻ കയറുന്നത് എന്തിനാ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും. അപ്പോൾ ചോറൊക്കെ നല്ല നമ്മൾ ഈ ചരക്കലിൻ്റെ പോലെ ഇങ്ങനെ വേറിട്ടുള്ള ചോറുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ ഹോട്ടലിൽ തീരെ ശരിയല്ല കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പിന്നെ അതുമല്ല, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും റേറ്റ് ആട്ടാ. 100 രൂപയ്ക്ക് ബിരിയാണി കിട്ടേണ്ടടുത്ത് ഇവിടെ ഒരു ചോറിന് 120 രൂപ കൊടുക്കണം. നമ്മൾ ബില്ല് വന്നപ്പോൾ ആകെ അന്തം വിട്ടിട്ട് 240 രൂപ ഇല്ലെന്ന് 2 സാധാ ചോറിന്. സദ്യ ആണെങ്കിൽ പോലും നമ്മൾ വളാഞ്ചേരി അമ്പാടിയിൽ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നല്ല സദ്യ ഇട്ടു കേട്ടോ. റേറ്റും പൈസയും കുറവാണ്. പിന്നെ ഇത് അങ്ങനെ ചോറൊക്കെ തിന്ന് കയ്യൊക്കെ വന്നത്. അപ്പോൾ നമ്മൾ റിസൾട്ട് പറയാൻ കേട്ടോ. ഞാൻ തന്നെ ഡോറ് തുറന്നോളാം അരക്കടാട് ഇന്ന് വാശി കെട്ടിയതാണ്. പിന്നെ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് ഓട്ടോറിക്ഷ കയറി ഇങ്ങനെ പോകുന്നു. അപ്പോൾ എന്താ
നല്ല റിവ്യൂ ഒക്കെ അങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോസ് എടുത്താട്ടോ. കുട്ടികളൊക്കെ കോളേജ് കുട്ടികളൊക്കെ ഇവിടെ ബസ്സകത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുറവാട്ടോ. ഇനി സ്കൂൾ തുറന്ന എല്ലാ ബസ് സ്റ്റോപ്പിലും കുട്ടികൾ ഇഷ്ടം പോലെ കയറട്ടെ, പല യൂണിഫോമിലും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. പക്ഷേ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഞങ്ങൾ പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഫോൺ ചാർജ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ചാർജ് ഉണ്ടായിരുന്നില്ല, എല്ലാം മഴയൊക്കെ ഇല്ല. അപ്പോൾ ചാർജ് ഇല്ലാതെ കൊണ്ടുവരും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ റീനൂസ് നല്ല ഉറക്കമാണ്. അനീസ് പിന്നെ ഉറങ്ങി എണീറ്റാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് സങ്കടത്തിൽ. എല്ലാ ഓട്ടോറിക്ഷൻ്റെ ശബ്ദം കേൾക്കണം, മച്ചിയെ വന്ന് നോക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാതിലിൻ്റെ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, ചിറി. അപ്പോൾ ഞങ്ങൾ അവനക്ക് വേണ്ടി ഞങ്ങൾ പഴംപൊരി മുട്ടായും വാങ്ങിയിരുന്നു കേട്ടോ, പിന്നെ ന്യൂഡിൽസൊക്കെ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ പോയപ്പോൾ പറഞ്ഞതേനി. പഴംപൊരി ഞങ്ങൾ പോന്നപ്പോൾ മിന്നുവിനും റിസുവിനും പഴംപൊരി വാങ്ങിക്കൊടുത്തിട്ട് അങ്ങാടിപ്പുറം ആ ഒരു ഭാഗത്ത് നിന്ന് നല്ല ടേസ്റ്റുള്ള പഴംപൊരി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വാങ്ങിയിരുന്നു. അപ്പോൾ പഴംപൊരി വാങ്ങിക്കൊണ്ടു കൊടുത്ത് പിന്നെന്താ, അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി വന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയി.